അലീന സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം രാത്രി എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കും കേട്ടോ. രോഹിത്തിനെയും ബബിതേനെയും കൃഷ്ണമോളെയൊക്കെ വീഡിയോ കോൾ ചെയ്യും. അതുപോലെ തന്നെ ബാലിനെയും വിളിക്കും. പിന്നെ നമ്മുടെ രേവതിക്കുട്ടീനെയും മനുവേട്ടനെ അങ്ങനെ എല്ലാവരെയും അവൾ കോൾ ചെയ്തിട്ടേ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ ഈ സ്നേഹം കാണുമ്പം സ്റ്റാൻലിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അയാളാണെങ്കിലോ അലീനയുടെ യാതൊരു സ്നേഹവും കാണിക്കാറ് കൂടിയില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് പോലും അയാൾ മൈൻഡ് പോലും ചെയ്യാറില്ല. അയാൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, അയാൾക്ക് ലിക്വർ കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും അയാൾക്ക് ചിന്ത. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വൈജി ആണെങ്കിൽ ഫോണിന് വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നില്ല കേട്ടോ. അവളുടെ ഓഫീസിലുള്ള ഒരു ക്ലയൻറ്റിനെ വിളിച്ചിട്ടെങ്കിലും കിട്ടാത്തത് കൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നോക്കുമ്പം സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് ബാലേന്ദ്രൻ അലീനയെ വീഡിയോ കോൾ വിളിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ തലക്കിൽ അലീന ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. മോള് പോയതിൽ പിന്നെ എനിക്കൊരു സമാധാനമില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നീ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്കൊരു രസമുള്ളൂ. നീ ഇല്ലാത്ത വീട് വല്ലാത്ത ശൂന്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതെല്ലാം പിന്നിൽ നിന്ന് ഒളിഞ്ഞു നിന്നുകൊണ്ട് വൈജ കേൾക്കുകയാണ്. രണ്ടുപേരും വീഡിയോ കോൾ സംസാരിക്കുന്നതും കാണുന്നുണ്ട്. ഇത് കണ്ട് വൈജയ്ക്ക് ആകെപ്പാടെ കലിപ്പ് കയറുകയാണ് കേട്ടോ. അവൾക്ക് ദേഷ്യം അങ്ങ് ഇരച്ച് കയറുന്നുണ്ട്. അങ്ങനെ ഇവൾ അകത്തേക്ക് കയറിയിട്ട് വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ടേ. എന്നിട്ട് മനസ്സിലോർക്കാണ് ഇപ്പോഴും ആ നാശം പിടിച്ചവള് വിടാതെ പിന്തുടരുകയാണല്ലോ. അയാളെ വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടില്ലേ? അയാൾക്ക് അവളില്ലാതെ ഉറക്കം വരുന്നില്ല പോലും, കിടന്നിട്ട് കിടപ്പുറക്കുന്നില്ല. അവളില്ലാത്ത വീട് ശൂന്യമാണ് പോലും. എന്തൊക്കെയാ അയാൾ പറഞ്ഞ് വൃത്തികെട്ടവൻ. സ്വന്തം മകളല്ല, ഇത്രയും കാലം മകളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു വേലക്കാരി. അവൾക്ക് വേണ്ടി അയാൾ ഇത്രയ്ക്കും ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മൂത്ത് നരച്ച് കിളവനായപ്പോ ഒരു കൊച്ചു പെണ്ണിനെ കണ്ടപ്പോ അയാളുടെ മനസ്സങ്ങ് ഇളകി. അല്ലാതെ എന്ത് പറയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സ്വയമേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ബാലേന്ദ്രൻ കട്ടാക്കത്തിന് മുന്നേ തന്നെ കൃഷ്ണയോടും ബബിതയോടും രോഹിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വൈജ കാണുന്നില്ല. ഇവരെല്ലാവരും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും 3 പേരും ഷെയർ ചെയ്യണം കേട്ടോ. നേരിട്ടുള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ കോളേജിലെയും സ്കൂളിലെയും കാര്യങ്ങളെല്ലാം തന്നെ അലീനയുമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് സംസാരിച്ചാണ് കേട്ടോ കിടന്നുറങ്ങാനൊക്കെ പോണത്. അലീനെ വിളിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സ് നിറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നേരെ അവനവൻ്റെ മുറിയിലേക്ക് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് വൈജി ആണെങ്കിൽ നേരെ കോൾ ചെയ്യുന്നത് ശിവേട്ടനെയാണ്. രാത്രി ആണെന്നാണ്ട് ശിവേട്ടൻ ചോദിക്കുകയാണ്, എന്താ വൈജെ അവിടെ വീണ്ടും വല്ല അലമ്പം ഉണ്ടാക്കിയോ? എന്താ ശിവേട്ടാ, ഞാൻ വിളിച്ച ഉടനെ അലമ്പുണ്ടാക്കാനാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? അല്ല, നീ എങ്ങനെയാണല്ലോ വിളിക്കാറ്. അവിടെ എന്തെങ്കിലും പ്രശ്നം അലമ്പൊക്കെ നീ ഉണ്ടാക്കും, എന്നിട്ട് നീ വിളിക്കാറുള്ളൂ. അങ്ങനെയാണോന്നാ ഞാൻ ചോദിച്ചത്. അതെ, ഞാൻ പ്രശ്നക്കാരിയാണെന്നാണല്ലോ നിങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷേ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് നിങ്ങളാരും ചിന്തിക്കുന്നത് കൂടെ ഇല്ല. എവിടുന്ന് വലിഞ്ഞു കയറുന്ന ഒരു ജോലിക്കാരി. ഇത്രയും കാലം അവളെ ഞാൻ സഹിച്ചു. ഇപ്പോൾ അവളിവിടുന്ന് പോയപ്പോൾ ഞാൻ ഒരുപാട് ആശ്വസിച്ചതാ. പക്ഷേ ആ ആശ്വാസം വെറുതെ ആയി പോയി എന്ന് പറയുമ്പം എന്ത് സംഭവിച്ചു? അവൾ തിരികെ വന്നോ? അവൾ തിരികെ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലാതെ തന്നെ അവളുണ്ടല്ലോ. നീ എന്തൊക്കെയാ വൈജെ രാത്രി കിടന്ന് പിച്ചുമ്പയും പറഞ്ഞത്? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പറ. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇല്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും കുറ്റം. എല്ലാവർക്കും ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്ക് കിടന്ന് ഉറങ്ങണം എന്നും പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെടുമ്പോൾ വൈജ പറയാണ്, വേറൊന്നുമല്ല, ഞാനിപ്പോൾ രാത്രി റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ഈ സമയത്ത് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. സമയം ശിവട്ടൻ കണ്ടല്ലോ 11 മണി ആവാറായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ സിറ്റൗട്ടിൽ പോയി മാറി നിന്ന് ഫോൺ വിളിക്കുന്നു ബാലേന്ദ്രൻ. വേറെ ആരെയല്ല, അലീനനെ. അതും വീഡിയോ കോള്. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഒരു പ്രശ്നവുമില്ലേ? ഞാൻ പറഞ്ഞല്ലോ അവളുമായിട്ട് ബാലേന്ദ്രന് ഒരു രക്തബന്ധവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ അവളെ എന്തിനാ ഈ പാതിരാത്രിയിൽ അയാൾ മാറിപ്പോയിരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നത്? എൻ്റെ പൊന്നു വൈജെ, അങ്ങനെ അവന് എന്തെങ്കിലും ഒരു കള്ളത്തിലുണ്ടെങ്കിൽ അവൻ്റെ മുറിയിൽ പോയിരുന്ന് വിളിച്ചാൽ പോരെ? എന്തായാലും മുറിക്കകത്ത് നീ പോയി നോക്കുന്നില്ല. ഡോർ അടച്ചതിനകത്തുനിന്ന് സംഭവിക്കുന്ന പോലും നിനക്ക് മനസ്സിലാവത്തുമില്ല, അറിയത്തുമില്ല. അങ്ങനെ കള്ളം ഉണ്ടെങ്കിലേ അവൻ അങ്ങനെ ചെയ്താൽ പോരെ? ഇങ്ങനെ പുറത്തു വന്നിരുന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? എൻ്റെ മുറി റേഞ്ച് കിട്ടാഞ്ഞിട്ടാ ഞാൻ പുറത്തേക്ക് പോയി നോക്കിയത്. അതുപോലെ ആയിരിക്കും റേഞ്ച് കിട്ടാഞ്ഞുകൊണ്ട് അയാൾ പമ്മി പുറത്തേക്ക് പോയതായിരിക്കും. വൈജെ, ഞാൻ നിന്നോട് അന്നേ ഒരു കാര്യം പറഞ്ഞതാ. അവൻ ഇന്നേ വരെ ഒരു പെണ്ണ് പിടിക്കാനും പോയിട്ടില്ല. 23 വർഷമായിട്ട് അവൻ നിന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. പറയുവാണെങ്കിൽ 23 അല്ല, 10-45 വർഷമായിട്ട്. അവൻ ജനിച്ചപ്പോൾ മുതലേ നീ ജനിച്ചപ്പോൾ മുതലേ അവൻ നിന്നെ കാണുന്നുണ്ട്. അന്ന് മുതലേ അവൻ നിന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. അത് നിനക്കറിയാമല്ലോ. പിന്നെ നിന്റെ സ്വഭാവം എന്താണെന്നും നിനക്കറിയാമല്ലോ. അന്ന് മുതലേ അവൻ ഒരാളെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നുള്ളൂ. അത് നീയാ.
വിവാഹം കഴിഞ്ഞ് 10-23 കൊല്ലമായില്ലേ ഇപ്പോഴും അവൻ നിന്നെയല്ലേ ഈയിടെ വരെ അവൻ നിന്നെയല്ലേ സ്നേഹിച്ചത്. വൈജ എന്ന് പറഞ്ഞാൽ അവൻ ജീവൻ കളയില്ലേ? എപ്പോഴെങ്കിലും മറുത്തൊരു വാക്കെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ? ആ ഇല്ല, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നില്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് സംശയം. 23 വർഷം കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾ ഒരുത്തി എവിടുന്ന് വന്നു കയറിയപ്പോൾ എന്നെ മറക്കണമെങ്കിൽ, എന്നെ അയാളുടെ മുറിന്ന് അടിച്ചിറക്കണമെങ്കിൽ, ഞാൻ പോയാലും കുഴപ്പമില്ല അവളാ വലുതെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് മാറ്റം അയാൾക്കുണ്ടെന്നല്ലേ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു വൈജെ, നീ ഒന്ന് അടങ്ങ്. നീ എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്? അതൊക്കെ വിട്ടുകളാ എന്ന് പറയാനട്ടോ. അങ്ങനെ ശിവൻ ഫോൺ കട്ടാക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കമല കയറി വരുന്നുണ്ട്. ആരായി രാത്രി ഫോണിൽ എന്ന് ചോദിക്കുമ്പം വേറെ ആരാ, എൻ്റെ പൊന്നു പങ്ങൾ തന്നെ, വൈജ. അല്ല, അവളെന്തായി രാത്രിയിൽ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അവളെന്തിനാ ഉണ്ടാക്കുന്നത്? അവൾ തന്നെ ഒരു പ്രശ്നമല്ലേ. ഇപ്പോൾ രാത്രിയിൽ ബാലേന്ദ്രൻ അവളെ ഒന്ന് ഫോൺ ചെയ്തു, അലീനേനെ. ഇപ്പം അതാണ് പുതിയ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ ഈ പാതിരാത്രിയിൽ ബാലേന്ദ്രൻ എന്തിനാ അവളെ ഫോൺ ചെയ്യുന്നത്? അവളെ സ്വന്തം മകളല്ല എന്ന് ബാലൻ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ബെസ്റ്റ്, നീയും തുടങ്ങിയോ? ഇനി നീ ഇപ്പോൾ ഇത് വിളിച്ച് വൈജയോട് ചോദിക്ക്. അല്ലെങ്കിൽ തന്നെ വൈജ പറഞ്ഞത് ന്യായമല്ലേ? ബാലേന്ദ്രൻ അവളെ എന്തിനാ കോൾ ചെയ്യുന്നത്, അതും ഈ പാതിരാത്രിയിൽ എന്ന് ചോദിക്കുമ്പം സമയം പാതിരാത്രി ഒന്നും ആയിട്ടില്ല. 10:30-11 മണി കിടക്കാനുള്ള സമയം ആയുള്ളൂ. അല്ല, വൈദ്യുതി ഭാഗത്ത് തന്നെ ന്യായം ആണോ? എങ്കിൽ ചെന്ന് നാളെ അവളെ കൂട്ടിക്കൊണ്ടുവാ, എന്നിട്ട് ഇവിടെ കൊണ്ടും താമസിപ്പിക്ക്, നിനക്ക് സമാധാനം വരട്ടെ. അയ്യോ അത് വേണ്ട. അപ്പം മനസ്സിലായല്ലോ, എങ്കിൽ മിണ്ടാതൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് ശിവൻ പറയാണ്. അതും കേട്ടുകൊണ്ട് കമല മിണ്ടാതെ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ മുറിയിൽ ആകെപ്പാടെ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ തകർക്കണം. അവൾ ഇവിടുന്ന് പോയാൽ പോലും തനിക്കൊരു സ്വയം തരില്ല. എവിടെയായിരിക്കും അവൾ പോയെന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അവിടുന്ന് അവളെ പുകച്ച് പുറത്ത് ചാടിക്കണം. എന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൾ അലഞ്ഞു നടക്കണം എന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈജ ഒരു ഉറക്കമൊന്നും കിട്ടാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ്. എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കണം എന്ന ചിന്തയാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. രാവിലെ ആയപ്പോൾ സെർവൻ്റ് വന്ന് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി വെക്കാണ്. ഈ സമയത്ത് വൈജ അങ്ങോട്ട് ചെന്നിട്ട് ഇന്നെന്താ ദോശ ഉണ്ടാക്കിയുള്ളോ, ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ മേഡം, ഞാൻ സാറിനോട് ചോദിച്ചപ്പം ദോശയും ഇഡ്ഡലിയും മതി എന്നാ പറഞ്ഞത്, വേറൊന്നും എന്നോട് പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, എന്നോട് ചോദിച്ചിട്ട് വേണം ഇനി എല്ലാം ചെയ്യാൻ എന്ന് പറയുകയാണ്. അതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് സെർവന്റിനോട് പറയാണ്, നിനക്ക് ശമ്പളം നിന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ടാൽ മതി. പിന്നെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാക്കി കൊടുത്തേക്കണം എന്ന് പറയാണ്. സാർ എനിക്ക് കഴിക്കാമെന്ന് പറയാൻ കേട്ടോ. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചോർത്ത് വൈജയ്ക്ക് കട്ട കലിപ്പാവാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. എല്ലാവരും പോകാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വൈജ വരുന്നത് പോലും അവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും ആരും മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല. ബാലേന്ദ്രനും അവിടെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഈ സമയം വൈജയ്ക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. രോഹിയോട് ചോദിക്കുകയാണ്, എടാ ഞാൻ നിന്നെ പ്രസവിച്ച നിന്റെ സ്വന്തം അമ്മയാ, ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് കണ്ടൂടെ? ഞാൻ ഈ പറഞ്ഞൊന്നും നിനക്ക് കേൾക്കുന്നില്ലേ? അമ്മ കഴിച്ചോ, അമ്മ വന്ന് ഇരിക്ക്, എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം രോഹി പറയാണ്, അമ്മയെ സമയം 9 മണിയായി, ഞങ്ങൾക്ക് കോളേജിലേക്ക് പോകാൻ സമയം പോയി. അമ്മ ഇപ്പോഴല്ലേ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലും. ഞങ്ങൾ കുളിച്ചോ ഒരുങ്ങിയോ എന്തെങ്കിലും കാര്യം അമ്മ അന്വേഷിക്കുന്നുണ്ടോ? അമ്മ വരും, അമ്മയുടെ കാര്യം കഴിയും, അമ്മ കയറിപ്പോവും. പിന്നെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലോ അമ്മ സമയത്തിന് ഇറങ്ങി വരികയും ചെയ്യും. പിന്നെ ഞങ്ങൾ എന്തിനാ അമ്മയോട് ഓരോ കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിന് കരുതിയിട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹി കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഡാ എന്ന് വിളിച്ചുകൊണ്ട് വൈജ ദേഷ്യപ്പെടുന്നത് അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതേസമയത്ത് കൃഷ്ണമോളും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണേ. ഭവിത പറയുന്നുണ്ട്, അമ്മേ ദേ ഇവിടെ ഇരുന്ന് കഴിക്ക്, സമയം 9:15 ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവളും മിണ്ടാതെ പോവാണ്. വേണ്ടടി, നീ ഒന്നും എന്നെ വിളിക്കണ്ട, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ഭാവമുണ്ട്. ഈ അമ്മ ഇപ്പോൾ ആർക്കും വേണ്ടാത്തവളായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാൾ തഴയാൻ നിൽക്കുമ്പം ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആവുമല്ലോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം കൃഷ്ണ പറയാണ്, അമ്മേ ഞങ്ങൾക്ക് വഴിക്കുണ്ടാക്കാൻ ഒരു സമയവും ഇല്ല, ഒരു താല്പര്യമില്ല, ഞങ്ങൾ പോവാ, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് 3 പേരും ബാഗ് എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അച്ഛന് പോയിട്ട് 3 പേരും യാത്രയും പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ 3 പേരും ഇറങ്ങി പോകുമ്പം അച്ഛനോട് മാത്രം പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വീണ്ടും ദേഷ്യം വരാണ്.
അതെന്താടാ, ഞാൻ നിന്നെ ഒന്നും പ്രസവിച്ചിട്ടില്ലേ? ഞാനിവിടെ നിൽക്കുന്ന നിന്റെ ഒന്ന് കണ്ണത്ത് കാണത്തില്ലേ? എന്നോട് പോവാന്ന് ഒരു വാക്ക് പറയില്ലേ എന്ന് ചോദിക്കുമ്പം, അമ്മേ, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അതുപോലെ ആയിരിക്കും. ഇത്രയും നേരം തല്ലും കൂടിയിട്ട് ഇനി പോവാന്ന് പറയുമ്പം എതിരേലും പോന്നേ അമ്മ പറയുള്ളൂ. ഞങ്ങൾക്കത് ശീലമുണ്ട്, അതുകൊണ്ടാ പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നുപേരും അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം ബാലേന്ദ്രനും ആഹാരം കഴിച്ച് കഴിയുന്നുണ്ട് കേട്ടോ. അദ്ദേഹവും അവിടെ എഴുന്നേറ്റ് കൈയും കഴുകിയിട്ട് ബാഗൊക്കെ ആയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവാണ്. ഈ സമയം ജോലിക്കാർ വന്ന് ബാഗ് പ്ലേറ്റ്സ് എല്ലാം പറക്കി വെക്കുന്നുണ്ട്. മേഡത്തിന് ദോശ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പം, എനിക്ക് വേണ്ട. ദേ, അയാളെ എൻ്റെ ഭർത്താവാ, ഞാൻ അയാളുടെ ഭാര്യയും ഈ വീടിൻ്റെ അവകാശി ഞാനും കൂടിയാ. നിനക്ക് ശമ്പളം തരുന്നത് അയാളായിരിക്കാം, പക്ഷേ ഈ വീടിൻ്റെ അവകാശി ഞാനും കൂടിയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൂടി കേൾക്കണം. എനിക്കെന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കി തരണം. മേഡം, അത് പിന്നെ സാറ് എഗ്രിമെന്റ് വെച്ച് എന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞല്ലേ കേൾക്കാനൊക്കെ ഉള്ളൂ. പിന്നെ കുട്ടികൾ പറഞ്ഞത് കേൾക്കാനും പറഞ്ഞിട്ടുണ്ട്. മേഡത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് ഞാനില്ലെന്നാണോടി അർത്ഥം? ഞാൻ പറഞ്ഞുകൂടി ഉണ്ടാക്കി തന്നോണം. മേഡം, സോറി, അങ്ങനെ ആജ്ഞാപിക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പണ്ടത്തെ പോലെ വേലക്കാരികളെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ പോലും പറ്റില്ല. കാരണം ഞങ്ങൾക്കെല്ലാം അസോസിയേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങളതിൽ പൈസ അടിച്ച് മെമ്പർഷിപ്പ് എടുത്താണ് ഓരോ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നത് തന്നെ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ അതിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്താലേ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്ക് നല്ല ശിക്ഷയായിരിക്കും കിട്ടുക. അതുകൊണ്ട് മാന്യമായ രീതിക്ക് സമമായിട്ട് വേണം എന്നോട് പെരുമാറാനായിട്ട്. നിങ്ങളുടെ ഒന്നും വീട്ടുജോലി ചെയ്യാൻ വന്നൊന്നും കരുതിയിട്ട് അങ്ങനെ അടിമയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ പറഞ്ഞ എല്ലാം ഒന്നും ചെയ്യാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ചെയ്യാനേ എനിക്ക് നിർവാഹമുള്ളൂ. സാറ് മുൻകൂട്ടി തന്നെ എഗ്രിമെന്റ് ഇട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്താണ്. സാറും സൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്നെ ആജ്ഞാപിക്കാനൊന്നും വരണ്ട. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. മേഡത്തിന് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവളും അകത്തേക്ക് കയറിപ്പോവാണേ. പിന്നെ നമ്മുടെ വൈജിക്ക് അത് സഹിക്കാനൊക്കോ? വൈജി ആകെപ്പാടെ ദേഷ്യപ്പെട്ട് കലിപ്പിച്ച് നിൽക്കുകയാണ്. കാരണം മക്കളും ഭർത്താവും ചെയ്യുന്നത് പോരാതെ വീട്ടിലേക്ക് വന്ന പുതിയ ജോലിക്കാർ കൂടി തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, തന്നെ ഒരു വക വെക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവക്ക് കലിയിളകാണ്. ഒന്നും കഴിക്കാതെ മുറിയിലേക്ക് പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവളുടെ മുറിയിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയാണ്ടോ. അങ്ങനെ അവിടെ കലിപോണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ജോലിക്കാരി മുറി ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വൈജ വാതിൽ തുറക്കാണ്. മേഡം, മുറി ക്ലീൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പം, ഇനി അതിനും നിന്റെ സാറിന് അനുവാദം വേണോടി എന്ന് ചോദിക്കുമ്പം, അല്ല മേഡം, വീട് മുഴുവൻ വൃത്തിയാക്കാനാ പറഞ്ഞിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയിട്ട് വീട് മുഴുവൻ ആ റൂം മൊത്തം വൃത്തിയാക്കാണ്. വലിച്ചെറിഞ്ഞ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴുകും പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം വൈജ സിറ്റ് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവൾക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് അവൾ ഫുഡ് വരുത്താണ്. 15 മിനിറ്റിനകം തന്നെ ഫുഡ് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ആ ഫുഡും മേടിച്ചുകൊണ്ടുവന്ന് ഹാളിൽ ഡെസ്കിലിരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ആ ജോലിക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, മേഡം, ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം അകത്തുണ്ട്. പിന്നെ ഇത് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഡി, ഇത് എൻ്റെ കാര്യമാ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ സാറിൻ്റെയും മക്കളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി. കൂടുതൽ എൻ്റെ കാര്യത്തിൽ കൈകടത്താൻ വരണ്ട. സോറി മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വൈജ ആഹാരം കഴിച്ചിട്ട് ആ വേസ്റ്റും ആ ഇതെല്ലാം പേപ്പറും എല്ലാം ആ ഡെസ്കിൽ തന്നെ വലിച്ചു വരട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ജോലിക്കാരി വന്നിട്ട് വീണ്ടും അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോവാണ്. അങ്ങനെ മുറിയിൽ പോയി കിടക്കുന്ന വൈജ ആണെങ്കിലോ എങ്ങനെയെങ്കിലും തൻ്റെ വശത്തേക്ക് തൻ്റെ മക്കളെ അടുപ്പിക്കണം. അലീനാനെ അവരെല്ലാം വെറുക്കണം എന്ന് കരുതുകയാണ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ബാലേന്ദ്രനും അവളുമായിട്ട് അവിഹിതമാണെന്ന് തന്നെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എങ്കിൽ മാത്രമേ ബാലചന്ദ്രനെ അവർ വെറുക്കുള്ളൂ, അലീനെ വെറുക്കുള്ളൂ. എങ്കിൽ മാത്രമേ എൻ്റെ മക്കള് എൻ്റെ കൂടെ വരുവുള്ളൂ എന്ന് വൈജ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം കുട്ടികളെത്താണ് കേട്ടോ. ഈ സമയം ആ സെർവൻ്റ് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളെല്ലാം വന്ന് ഫ്രഷായിട്ട് തിരികെ വരുമ്പോഴേക്കും വൈജ മുറിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വൈജ ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. സ്നാക്സും എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് കുട്ടികളെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വരെ നമ്മുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കൂടിയില്ല. സ്വന്തം കാര്യം മാത്രമേ എപ്പോഴും നോക്കാറുള്ളൂ. ഉള്ള ചായ പോലും ആർക്കും വെച്ച് കൊടുക്കാറുമില്ല. പിന്നിപ്പോൾ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്ന് 3 പേരും പരസ്പരം ഓത്തരമോഹം നോക്കാണ്. എന്നിട്ട് വൈജ അവർ അഴുകി വന്നിരിക്കുന്നുണ്ട്. അല്ല, ഇന്ന് സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു 3 പേർക്കും എന്ന് ചോദിക്കാണ്. അമ്മ തന്നെയാണോ ഈ ചോദിക്കുന്നതെന്ന് കൃഷ്ണമ്മളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെന്താടി, ഞാൻ ചോദിക്കാൻ പാടില്ലേ? അല്ല, ഇത്രയും കാലമായിട്ട് അമ്മ അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല.
അമ്മ എപ്പോൾ വന്നാലും അമ്മയുടെ കാര്യം നോക്കി കമ്പ്യൂട്ടറെല്ലാം കുത്തി അവിടെ കാണാൻ പോയിരിക്കും, അല്ലെ മോന്ത കറുപ്പിച്ച് എവിടെയെങ്കിലും ഇരിക്കും. ഇന്നേ വരെ ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെയുണ്ട്, ടീച്ചർ ആരാ, പഠിക്കുന്നുണ്ടോ, ഒരു കാര്യം അന്വേഷിക്കാറില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി മുതലേ ഞാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു, പോരെ എന്നും പറഞ്ഞുകൊണ്ട് 3 പേരെയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. ബബിതയോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ ഇതിപ്പോ സെക്കൻഡ് ഇയർ അല്ലേ, എങ്ങനെ പോന്നു? കുഴപ്പമില്ലമ്മേ, പഠിക്കുന്നുണ്ട്. അലിനി ചേച്ചി വന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റാം. എൻ്റെ സ്വഭാവത്തിലൊക്കെ ഞാൻ നല്ല മാറ്റം വരുത്തി. നിന്നോട് ഞാൻ നിന്റെ കാര്യം ചോദിച്ചത്, അതിനിടയ്ക്ക് വേറൊരുത്തരം കാര്യം പറയണ്ട. രോഹിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഇത് ഫൈനൽ ഇയർ അല്ലേ, ഇനി പരീക്ഷയ്ക്ക് അധികം സമയമില്ലല്ലോ? ഇല്ലമ്മേ, ഞാൻ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഞാൻ നല്ല മാർക്ക് മേടിക്കും, എനിക്ക് ഉറപ്പാ. എങ്ങനെയെങ്കിലും ഡിസ്റ്റിങ്ഷനെങ്കിലും വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതും കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്തൊരു PGക്കോ മറ്റൊന്നിനോ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ. അങ്ങനെ 4 പേരും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇവർ 3 പേരും പഠിക്കാനായിട്ട് മുറികളിലേക്കൊക്കെ പോവാണേ. ഈ സമയത്ത് വൈജു ഓർക്കുന്നുണ്ട്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവരുടെ അടുത്ത് കൂടുതൽ അടുത്ത് ബാലിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാനാണ് കേട്ടോ വൈജയുടെ തീരുമാനം. അങ്ങനെ 3 പേരും പഠിക്കാനായിട്ട് പുസ്തകവും ബുക്കും എല്ലാം എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്ന് സെറ്റിലിരിക്കുകയാണ്. ഈ സമയത്ത് സെറ്റിലേക്ക് വൈജയം വന്നിരിക്കുന്നുണ്ടേ. അവളുടെ ഫോണിൽ ആദ്യം ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ തന്നെ ഏറുകണ്ടിട്ട് മക്കളെ നോക്കുന്നുണ്ട്. പതിയെ പതിയെ അവരോട് സംസാരിക്കുകയാണ്. നിനക്കെന്താ കൃഷ്ണനെ പഠിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ പുസ്തകമൊക്കെ മേടിക്കുന്നുണ്ട്. അത്ഭുതത്തോട് കൂടിയിട്ട് കൃഷ്ണ നോക്കുകയാണ്. അതുപോലെ തന്നെ ബബിതയ്ക്കും രോഹിക്കും ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. അവളും അത്ഭുതത്തോടെ നോക്കുകയാണ്. വൈജ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, പതിവില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കാണുമ്പം ആരാണെങ്കിലും നോക്കി പോവല്ലോ അമ്മേ എന്ന് പറയാണ്. ഇനി മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് അടുത്ത ആഴ്ച മുതൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടുന്ന വരില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഓഫീസിലാണെങ്കിലും വൈകുന്നേരം വന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് സന്ധ്യയാവാണ്. വൈകി ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അലീന നിങ്ങളുടെ സ്വന്തം ചേച്ചിയല്ലെന്ന് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കിയത്? ബാലേന്ദ്രന്റെ മകളാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, അതല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കാണ്. ബബിത പറയുന്നുണ്ട്, അത് പിന്നമ്മേ രോഹിയേട്ടനോടാ അലിന ചേച്ചി പറഞ്ഞത് അച്ഛന്റെ മകളല്ല എന്ന്. രോഹി പറയുന്നുണ്ട്, അന്ന് ഞങ്ങള് അച്ഛനെ കാണാൻ പോയില്ലേ, പള്ളിയച്ഛനെ. ആ സമയത്ത് അദ്ദേഹത്തോടാണ് ചേച്ചി പറഞ്ഞത് അച്ഛനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അച്ഛൻ്റെ സ്വന്തം മകളല്ല എന്ന്. അങ്ങനെ ഞാൻ വന്ന് വീട്ടിലൊന്ന് ചോദിച്ചപ്പോൾ ചേച്ചി അത് സമ്മതിച്ചു. ബബി പറയാണ്, ഞാനങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഇത്രയും നാളും ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നോ, ചേച്ചി സ്വന്തം മോളല്ലേന്ന്. അപ്പോൾ അച്ഛനെ സമ്മതിച്ചു മോളല്ല എന്ന്. അല്ല ചേച്ചിയോട് പോയിട്ട് ഞാൻ കുറെ ദേഷ്യപ്പെട്ടു, ഞങ്ങളെ ചതിക്കായിരുന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രക്തം തന്നെയാണ്, കൂടപ്പിറപ്പാണ്, പക്ഷെ ഞാൻ അച്ഛൻ്റെ മകളല്ല എന്ന്. ഞാൻ പിന്നെയും കുറെ പ്രാവശ്യം ചോദിച്ചപ്പോഴും ചേച്ചിയുടെ മറുപടി ഇത് തന്നെയായിരുന്നു. അപ്പോൾ വൈജി ചോദിക്കുകയാണ്, നിങ്ങളത് കേട്ടിട്ട് മിണ്ടാതിരുന്നോ? അവൾ എന്തൊക്കെ പൊട്ടത്തരാ വിളിച്ചു പറഞ്ഞത്? അച്ഛൻ്റെ മകളല്ല എന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് കൂടപ്പിറപ്പാ രക്തമാണെന്ന്. അവളെ നിങ്ങളൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇത്രയും കാലം നിങ്ങളുടെ അച്ഛനും അവളും കൂടിയുള്ള ഒത്തുകളിയല്ലായിരുന്നോ? അച്ഛനും മകളുമാണെന്നും പറഞ്ഞ് നമ്മളെ എല്ലാവരെയും പറ്റിച്ചില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര തവണ അവര് പറഞ്ഞു അച്ഛനും മകളുമാണെന്നും പറഞ്ഞ്. അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ്, ഏതോ ആംഗ്ലോ ഇന്ത്യക്കാരുടെ മകളാണ്, എന്തൊക്കെയായിരുന്നു അന്ന് ബാലൻ പറഞ്ഞത്. എല്ലാം കള്ളമല്ലേ? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്റെ ഭാഗം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛനും അലീനയും ചേർന്ന് നടന്ന നാടകത്തില് ഞാനാ പെട്ടുപോയത്. എന്നെ ആർക്കും വേണ്ട. എൻ്റെ ഭർത്താവായ ബാലേന്ദ്രൻ 23 വർഷക്കാലം എൻ്റെ കൂടെ ജീവിച്ച ആളാ. എന്നിട്ട് അവസാന നിമിഷം ഞാനല്ല അലീനയാ വലുതെന്ന് പറയുമ്പം ഞാൻ എൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബബി, നീ ഇനിയിപ്പോൾ ഒരു വിവാഹം കഴിച്ചു പോകേണ്ട ആളാ. നീ ഇപ്പോൾ നിന്റെ ഭർത്താവ് ഇങ്ങനെ മറ്റൊരു പെണ്ണിനെ പറഞ്ഞാല് നിനക്കത് സഹിക്കാനാവോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയാണ്. ബബി രോഹിയും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കൃഷ്ണയ്ക്ക് സത്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ഭാഗത്ത് തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾ തന്നെ പറ. എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ അകവഴിഞ്ഞ് സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്കെങ്ങനെ സഹിക്കാനാവും? അയാളുടെ രക്തമാണ്, മകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പോട്ടേന്ന് വെക്കാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണാ. അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരുമിപ്പിച്ച് കൂടെ താമസിപ്പിച്ച് ഭാര്യയെ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഏതർത്ഥത്തിൽ അത് എടുക്കണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ബബി രോഹിയും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ.
അപ്പോൾ വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ രണ്ടുപേരെയും കീഴ്പ്പെടുത്താൻ എളുപ്പമാ. അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ അങ്ങനല്ല, അവൾ കുറച്ച് പാടാണെന്നും വൈജയ്ക്ക് മനസ്സിലാവാണേ. വൈജ പറയുന്നുണ്ട്, എങ്കിലും എനിക്കൊരു സമാധാനമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇന്നലെ പാതിരാത്രിയിലും നിങ്ങളുടെ അച്ഛൻ അവളെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവളെ എവിടെ കൊണ്ടാണ് ആക്കിയേക്കുന്നത് പോലും ഒരു പിടുത്തമില്ല. നിങ്ങളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുമുണ്ട്. അപ്പോൾ ബബി പറയുന്നുണ്ട്, അമ്മേ, അല്ല ചേച്ചി അച്ഛൻ്റെ സ്വന്തം മകളല്ല, രക്തബന്ധമല്ല. പക്ഷെങ്കിൽ മകളെ പോലെയാ അച്ഛൻ അവളെ സ്നേഹിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ചേച്ചി ഞങ്ങളെ എന്റെ കാര്യമായിട്ടാ സ്നേഹിക്കുന്നേ. രോഹി പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്ക് വേണ്ടി എന്ത് റിസ്ക്കാ ചേച്ചി എടുത്തതെന്ന് അമ്മയ്ക്ക് അറിയോ? ആ ഒരു കോളനിയിലേക്ക് പോയി മരിക്കാൻ വരെ തയ്യാറായതാ ആ ചേച്ചി. അങ്ങനൊരു കൂടപ്പറപ്പിനെ കിട്ടാഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമില്ലായ്മയാണെന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. പാവം ചേച്ചിയാമേ, ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ അച്ഛനല്ലേ. ഇത്രയും വർഷമായിട്ട് കൂടെ ജീവിച്ച അച്ഛനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ എന്തിനാ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ മോശമൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയാണ്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അനുഭവത്തിൽ വരട്ടെ, അപ്പോഴേ പഠിക്കുകയുള്ളൂ. നാളെ ഒരു ദിവസം നിങ്ങളുടെ അച്ഛൻ അലീനയുമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും. അന്ന് മിക്കവാറും നിങ്ങളുടെ രണ്ടാനമ്മയായിട്ടായിരിക്കും അലീന വരിക. ബബി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ വൃത്തിയോടായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നേ? അലീന ചേച്ചി എന്നെക്കാട്ടിലും ഒരു 3-4 വയസ്സിന് മൂത്തത്, അത്രേ ഉള്ളൂ. ആ ചേച്ചിയെക്കുറിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ മോശം പറഞ്ഞത്? എടി ബബിതേ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഇരുന്നൊരു വിഷയം കൂടിയല്ല. അവർക്ക് എങ്ങനെയെങ്കിലും കാശുള്ള വീട്ടിലെ ആൾക്കാരെ വളച്ചെടുക്കണം. അതിപ്പോൾ കിളവനായാലെന്ത്, ചെറുപ്പക്കാരായാലെന്ത്, അവർക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അമ്മ പതിവില്ലാതെ ഞങ്ങളുടെ അടുത്ത് നിന്നിരുന്നപ്പോഴേ എനിക്കെന്തോ ഡൗട്ട് തോന്നിയതാ. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് അല്ല ചേച്ചിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുള്ള വിഷം കുത്തിവെക്കാനല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. എങ്കിലേ അത് നടക്കാൻ പോകുന്നില്ല. ചേച്ചിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അച്ഛനെക്കുറിച്ചും. അച്ഛനൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാ. അലിന ചേച്ചി ഒരു പാവമാ. ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കി പെരുമാറിയാലേ അമ്മയ്ക്ക് കൊള്ളാം. അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോണത് മൊത്തം അമ്മയ്ക്കാ. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എനിക്കിന്ന് നഷ്ടപ്പെടാനാ? അമ്മയ്ക്കേ നഷ്ടപ്പെടുകയുള്ളൂ, മറ്റാർക്കും നഷ്ടപ്പെടില്ല എന്ന് പറയാണ്. അതാ ഞാൻ ചോദിച്ചത്, എനിക്കെന്ന് നഷ്ടപ്പെടാനാ? അതൊക്കെ അമ്മയ്ക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഒന്ന് പുറകോട്ട് ചിന്തിച്ചാലേ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും ആരാ എന്താ ചെയ്തെന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ തലകുണിച്ചിരിക്കുകയാണേ. ഈ സമയം അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും രോഹിയും ബബിയും കൃഷ്ണയും കൂടി അച്ചാന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. ദാ ഇത് കുറച്ച് സ്വീറ്റ്സ് ഒക്കെയാ, നിങ്ങളെല്ലാവരും എടുത്തോ. അല്ലച്ചാ, എന്താ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഗോവർദ്ധ വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടി ബേക്കറിൽ ഇറങ്ങിയതാ. ആ സമയത്ത് കണ്ടപ്പോൾ എനിക്കും തോന്നി നിങ്ങൾക്കൂടെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ എന്ന് പറയുന്നുണ്ട്. രോഹി പറയുന്നുണ്ട്, കുഞ്ഞുനാളില് അച്ഛനിങ്ങനെ ഓർന്നു കൊണ്ടുവരുമ്പം ഞങ്ങൾ 3 പേരും കൂടി ഓടി വരുമായിരുന്നു. ആ ഒരു ഫീലാച്ചാ ഇപ്പൊ തോന്നുന്നത് എന്ന് പറയുമ്പം, ആഹാ കൊള്ളാലോടാ, ഞാനേ ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞച്ചാ? എങ്കിലേ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് എടുക്കാൻ സർവന്റിനോട് പറ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ് ഫ്രഷ് ആവാനായിട്ട്. കൃഷ്ണ പോയിട്ട് സർവന്റിനോട്, ചേച്ചി ഫുഡ് എടുത്തോ, അച്ഛൻ വന്നു എന്ന് പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറയാൻ കേട്ടോ. വൈജ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. കുറേ നേരം കൊണ്ട് ഇവരെ കൺവിൻസ് ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലല്ലോ. കൃഷ്ണൻ ഇടയ്ക്ക് കയറി എല്ലാം കുളമാക്കിയില്ലേ. അത് ഓർത്തിട്ട് അവൾക്ക് ദേഷ്യം വരികയാണ്. അതുപോലെ ബാലേന്ദ്രൻ വന്നപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യുന്ന മക്കൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ കുശലം പറയുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ഇവക്ക് ഭയങ്കര അസൂയാവുന്നുണ്ട്. ബാലേന്ദ്രൻ കുളിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ കറികളും ചോറും അങ്ങനെ എല്ലാം ആ ടേബിളിൽ ആ സെർവന്റ് നിരത്തുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ബബിയും കൃഷ്ണയും രോഹിയും അതിന് ചുറ്റും വന്നിരിക്കുകയാണ്. വൈജ കൂടി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ബാലൻ പറയാണ്, എന്താ നോക്കിയിരിക്കുന്നേ, എല്ലാവരും എടുത്ത് കഴിക്കുക. അപ്പോൾ ആ സെർവന്റ് വിളമ്പാൻ നിൽക്കുമ്പം വിളമ്പാനും നിൽക്കണ്ട, താൻ പൊക്കോ. അല്ല, താൻ ആഹാരം കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് എവിടുത്തെ ന്യായമാണ്? ഇവിടെ തന്നെ ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുമ്പം വൈദ്യ ചാടി ഇരുന്നേക്കുന്നുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഈ സ്ത്രീയെ ഇവിടെ എടുത്ത് കഴിപ്പിക്കാനോ? അതിനെന്താ കുഴപ്പം എന്ന് ബാലൻ ചോദിക്കാണ്. അല്ല, ഇവളൊരു ജോലിക്കാരിയാ. ഇവളുടെയൊക്കെ സ്ഥാനം ആ അടുക്കളയിലാ. വേറൊരിടത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വന്നപ്പോഴേ അവളെ തലയെ കയറ്റി വെച്ച് ഈ ടേബിളിൽ കയറ്റി ഇരുത്തിക്കൊണ്ടാ അവൾ അവസാനം കട്ടിലേ കയറി കിടന്നത് എന്ന് പറയുമ്പോഴേക്കും നിർത്തടി എന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞതിനെന്താ കുഴപ്പം?
ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. വേലക്കാരിയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നു. അവസാനം ഭാര്യയുടെ സ്ഥാനമല്ലായിരുന്നോ അവക്ക് ഈ വീട്ടില്? ബാലേന്ദ്രന്റെ മനസ്സിലും എന്ന് പറയുമ്പോഴേക്കും അവിടെ അങ്ങോട്ടേക്ക് വൈദ്യടുത്തേക്ക് ചാടി എഴുന്നേറ്റ് ചെല്ലാണ്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കരുത്. നിന്റെ ദേഹത്ത് കൈവെക്കാത്തതേ ഞാനൊരു നല്ലൊരാണായതുകൊണ്ടാ. അല്ലെങ്കിലേ അടിച്ചിട്ട് പല്ലിയാൻ താഴിട്ടേനെ. അത് ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കണമെന്ന് കരുതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് എന്ന് പറയുന്നതിന് കേട്ടോ. എന്നിട്ട് തിരികെ വന്ന് ഇരിക്കാണ്. ഈ സമയം വൈജ വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. പാതിരാത്രിയിൽ അവളെ കിടന്ന് വീഡിയോ കോൾ വിളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവളുടെ കൂടെ കൂടി സംബന്ധം കൂടാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴേക്കും അവിടുന്ന് ബാലൻ വീണ്ടും ചാടി എഴുന്നേറ്റ് പോയിട്ട് അവളുടെ കൊങ്ങയ്ക്ക് പിടിക്കാണ്. നീ എന്താടി കരുതിയത്? ആഗ്രയിൽ വ്യഭിചരിച്ച് നടന്ന പോലെയാണ് എല്ലാവരും എന്നോ? അത് കേട്ട് വൈജി ഞെട്ടുന്നുണ്ട്. നിന്നെപ്പോലെയാണ് എല്ലാവരും എന്ന് നീ കരുതിയോടി എന്ന് ചോദിക്കാണ് കേട്ടോ. ഒരു നിമിഷം വൈജി അങ്ങ് സ്റ്റക്കായി നിൽക്കാണ്. എന്താടി നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? മറുപടി പറടി എന്ന് പറയുമ്പോൾ വൈജി ഒന്നും മിണ്ടുന്നില്ല. നിന്റെ കഥകളെല്ലാം എനിക്കറിയാടി. നീ ആഗ്രയിൽ വെച്ച് അവിടുത്തെ ഒരു കേണലുമായിട്ട് ഇഷ്ടത്തിലായതും അവൻ്റെ കൂടെ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചതും അവസാനം ഗർഭിണിയായപ്പോൾ അവൻ നിന്നെ കളഞ്ഞിട്ട് പോയതും അതിനുശേഷം ആ കുഞ്ഞിനെ നീ കൊണ്ട് പ്രസവിച്ചതും പിന്നെ അതിനുശേഷം നിന്നെ ഏണ്ടതിലേക്ക് കെട്ടിവെച്ചതും എല്ലാം എനിക്ക് അറിയാടി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സ്തബ്ധയായി നിൽക്കാണ് കേട്ടോ അവള്. എന്താ പറയണം എന്ന് മറുപടി പറയണം എന്നൊന്നും അറിയില്ലാത്തതുപോലെ അവൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിന്നെപ്പോലെ ഒരു പിഴച്ചവളെ കിട്ടിയ എൻ്റെ ജീവിതമായിട്ട് നശിച്ചത്. പിഴച്ച് നടന്നിട്ട് ഇപ്പം എന്നെ ഭരിക്കാൻ വരുന്നോ? മര്യാദയ്ക്കൊന്നുമില്ലെങ്കിൽ അടിച്ചിനെ ഞാൻ ശരിയാക്കും എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബാലേന്ദ്രൻ മനസ്സിലോർക്കാണ്. ഇങ്ങനെയെല്ലാം വിളിച്ചുപോയി പറഞ്ഞ് അവൾക്കിട്ട് നല്ലത് കൊടുക്കണമെന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അലിനിക്ക് കൊടുത്ത വാക്കോർത്ത് തൻ്റെ കുടുംബത്തെ ഓർത്ത് ബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. വൈജ വീണ്ടും കിടന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, മര്യാദയ്ക്കാണെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. നിന്റെ നാക്ക് എല്ലില്ലെന്ന് കരുതി എങ്ങോട്ടും വളയുന്നു കരുതിയിട്ട് എല്ലാവരെയും അത് പറയാൻ നിൽക്കരുത്. ഈ സ്ത്രീ ഇവരിവിടെ വന്നിരിക്കുന്നത് ജോലിക്കാം. ആ ഒരു മൈൻഡ് നിനക്ക് വേണം. നീ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ, നീ വേറെ പണിക്കാണോ പോണത് എന്ന് ചോദിക്കുമ്പം ബാല എന്ന് വിളിക്കുന്നുണ്ട്. എന്താടി അത് പറഞ്ഞപ്പം നിനക്ക് കൊണ്ടോ? നിന്നെ പോലെ തന്നെ ഇവളും ഒരു സ്ത്രീയാണ്. ഉള്ള എല്ലാ സ്ത്രീകളെക്കുറിച്ചും നീ മോശം പറയല്ലോ. നിന്നെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് താങ്ങാനാവുന്നില്ലല്ലേ? അതുപോലെ തന്നെയാ എല്ലാ സ്ത്രീകൾക്കും. അവർക്കും അഭിമാനമുണ്ട്. അവരിവിടെ വന്ന് കഷ്ടപ്പെട്ട് എല്ലുമുറിയെ ജോലി ചെയ്തിട്ടാണ് അവര് ശമ്പളം വാങ്ങിക്കുന്നതും അവര് ജീവിക്കുന്നതും. ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കാമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും വാടക വീട്ടിലേക്കോ നിന്റെ സ്വന്തം വീട്ടിലേക്കോ എങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോ. അത് മാത്രമല്ല, അലീനയെക്കുറിച്ചും ഇനി എന്തെങ്കിലും അക്ഷരം മിണ്ടിയാൽ ഇതുവരെ കണ്ട ബാലേന്ദ്രൻ ആയിരിക്കില്ല നീ കാണാൻ പോണത്. ഇത് ഊണമേശയാ. ഏറ്റവും അത്യാവശ്യം നമുക്ക് ആഹാരമാണ്. അവിടെ ഇരിക്കുമ്പോഴെങ്കിലും സമാധാനം തരണം. അതല്ലെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് പോയിട്ട് ആ മുറിയിലെങ്ങാനും പോയിരിക്കുക. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാനെന്താ ഈ വീട്ടിലെ പട്ടിയോ എല്ലാവരും കഴിച്ചിട്ട് കഴിക്കാനായിട്ട്? ആ ഒരു ഓർമ്മ നിനക്കുണ്ടെങ്കിൽ കൊള്ളാം. മര്യാദക്കിരുന്ന് വായും പൂട്ടി ഇവിടെ നിന്ന് സംസാരിച്ചോ, ആഹാരം കഴിച്ചോണം. ഒരക്ഷരം നിന്റെ വായിന്ന് വീണാ ഇതുവരെ കണ്ട ബാലനായിരിക്കില്ല നിന്റെ അടുത്ത് നിൽക്കാൻ പോണത്. തിളച്ചുള്ളടുത്ത് നിന്റെ തലവഴി ഞാൻ ഒഴിക്കും എന്ന് പറയുമ്പോൾ വൈജൊന്നും മിണ്ടാതിരിക്കാണേ. എന്നിട്ട് ആ സർവന്റിനോട് ഞങ്ങളെല്ലാം ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചോ, ആരും ഒന്നും പറയാൻ നിൽക്കില്ല. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ബാക്കി പറയാൻ എനിക്കറിയാം എന്ന് ബാലൻ പറയുന്നുണ്ട്. ശരി സാറെന്ന് ആ സ്ത്രീയും പറയാണ്. കൃഷ്ണയും ബബിതയും വൈജയും രോഹിത്തും ആണെങ്കിലോ അമ്മയെക്കൊണ്ട് ഒരു സ്വൈര്യമില്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയും വെച്ചിരുന്ന് ആഹാരം കഴിക്കാണ്. എന്നാൽ വൈജ അവിടുന്ന് കഴിക്കാതെ ദേഷ്യപ്പെട്ട് കൈ കഴുകി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, സാർ രാവിലെ ഇതുപോലെ തന്നെ ആഹാരം കഴിച്ചില്ല, വരുത്തി കഴിക്കുകയായിരുന്നു ഓൺലൈനായിട്ട്. ഉച്ചയ്ക്കും അങ്ങനെ തന്നെ. ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഓരോ വിഷജന്തുക്കൾ കാണും ഓരോ വീട്ടിലും. അവരിങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ എത്ര സന്തോഷമായിട്ട് എൻ്റെ മക്കളുടെ മുഖം അവരിപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഓരോന്ന് മതി ഓരോ കുടുംബത്തിന് സമാധാനം കളയാൻ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചാൽ മതി. ആരും ചോദിക്കാൻ വരില്ല. അവൾക്ക് വേണമെങ്കിൽ അവളെടുത്ത് കഴിച്ചോളും. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവരോട് പറയാണ്. അങ്ങനെ കൃഷ്ണയും ബബിയും രോഹിത്തും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, അവള് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അങ്ങനെ മോശം തോന്നിക്കുന്നുണ്ടോ? അലീനയുമായി ഞാൻ മോശമായൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം രോഹി പറയുന്നുണ്ട്, അച്ഛാ ആദ്യം ഞാൻ അങ്ങനെ കരുതിയത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കതൊക്കെ മാറി.
അല്ല ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് തന്നെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ചേച്ചിയോട് അച്ഛൻ്റെ മകളല്ല പക്ഷെ ചോരയാന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ചേച്ചി ഞാൻ മനസ്സിൽ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടൊരിക്കലും അമ്മ പറഞ്ഞതുപോലെ എനിക്കൊരു സംശയമില്ല. ബബിതയും അങ്ങനെ തന്നെ പറയാൻ കേട്ടോ. അപ്പം കൃഷ്ണമൊക്കെ എല്ലാം അറിയാമല്ലോ. കൃഷ്ണ പറയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാ, ഒരിക്കലും ഞാൻ കൈവിട്ട് കളയില്ലച്ചാ എന്ന് പറയുന്നുണ്ട്. ഇത്രമാത്രം അച്ഛനെ കേട്ടാൽ മതി. ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. കഴിഞ്ഞ 40-45 കൊല്ലം ഒരുത്തിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. പക്ഷെ അവളെല്ലാം ചതിച്ചു. അവളെ അല്ലാതെ വേറെ പെണ്ണെ പോലും ഞാൻ മനസ്സിൽ കണ്ടിട്ട് കൂടിയില്ല. എന്നിട്ടും അവളെന്നെ ചതിക്കായിരുന്നു. ഇനി ഒരിക്കലും ആ ഒരു വഞ്ചിക്കപ്പെടാനായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മക്കളെ. എനിക്കിനി നിങ്ങളെ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അച്ഛൻ ജീവിക്കുന്നത് പോലും. ഈ കുടുംബം തകർന്ന് തരിപ്പണമാകാതിരിക്കാനും അത് ഇല്ലാതാവാതിരിക്കാനും വേണ്ടിയാ അലീന പാവം ഇവിടുന്ന് പോയത്. അവൾക്ക് അവിടുത്തെ ലൈഫ് ഇഷ്ടമില്ലെങ്കിൽ പോലും അവളുടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതും നമുക്ക് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങൾ അതോർത്തൊന്നും ബോധേഡാവണ്ട. നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക, അത്രമാത്രം മതി നിങ്ങളുടെ മനസ്സിൽ. ബാക്കിയുള്ളവരുടെ കിടന്ന് എന്തൊക്കെയും കാണിച്ചു കൂട്ടിയാലും തലകുത്തി മറിഞ്ഞാലും നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നും ബാലൻ പറയുന്നുണ്ടേ. വൈദ്യുതെല്ലാം അകത്തിരുന്ന് ഒളിച്ച് കേൾക്കാണ്. തൻ്റെ മക്കളെ അയാളെ സ്വാധീനിക്കുന്നത് കണ്ട് വൈജിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞില്ലേ, എങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറച്ചു നേരങ്ങളിൽ ഇന്ന് പഠിക്കണം. പഠിത്തമാണ് നമുക്ക് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത്. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം. ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് അത് ഉപകരിക്കും എന്ന് പറയണം കേട്ടോ ബാലൻ. അലീനെ വിളിച്ചായിരുന്നോ? വിളിച്ചാ രാവിലെ ചേച്ചി വിളിച്ചിരുന്നു. ആ, രാത്രി വിളിച്ചിട്ടേ കിടക്കാവുള്ളൂ കേട്ടോ. അവൾക്കൊരിക്കലും നമ്മളവളെ ഒറ്റപ്പെടുത്തുന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല. അവളെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു, എപ്പോഴും വിളിക്കുന്നുണ്ട്, അവളെ നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ടെന്നൊക്കെ ഒരു ചിന്താഗതി അവൾക്ക് വേണം. അത് പിന്നെ പറയണോ അച്ഛാ? ഞങ്ങളുടെ ചേച്ചിയല്ലേ, ഞങ്ങളങ്ങനെ വിട്ടുകളയുവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആഹാരമെല്ലാം കഴിച്ച് കൈയെല്ലാം കഴുകി അവനുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ആ സെർവൻ്റ് ആണെങ്കിലോ ആ പ്ലേറ്റ്സും പാത്രവും എല്ലാം മാറ്റിയതിനു ശേഷം അവരും അവിടെ തന്നെ വന്നിരുന്ന് കഴിക്കുകയാണേ. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് കതക് തുറന്നു നിൽക്കുന്ന വൈജയനെയാണ്. വെട്ടുപോത്ത് പോലെ നോക്കിക്കൊണ്ട് വൈജയോടെ നിൽക്കുമ്പം ഇവർക്ക് കഴിക്കണോ കഴിക്കണ്ടയോ ആ വായ വെച്ച് ആഹാരം പോലും ഇറങ്ങാതെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ടും അവരൊന്നും മൈൻഡ് ചെയ്യാതെ തലകുണിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. വൈജിക്ക് പറയണമെന്നുണ്ട്, എങ്കിലും ബാലന്റെ ആ ഒരു മുമ്പത്തെ പേടിപ്പീര് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ അവളുടെ ഡോർ വലിച്ചരച്ച് അകത്തേക്ക് കയറിപ്പോന്നുണ്ട് കേട്ടോ. ഈ സമയം ഈ സ്ത്രീ മനസ്സിലാലേക്കാണ്, എൻ്റെ ഈശ്വര, എന്തൊരു സ്വഭാവമായത്. അത്രയും നല്ല സാറിനും ഇത്രയും നല്ല മക്കൾക്കും ഇങ്ങനൊരു തള്ളയാണല്ലോ ഉണ്ടായിപ്പോയത്. ആ മക്കളുടെ കഷ്ടകാലം അയാളുടെ, അല്ലാതെ എന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയോട് ആഹാരമെല്ലാം കഴിച്ച് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ.